ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പച്ചരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടാവും, എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 1.5 കപ്പ് അളവിലുള്ള പച്ചരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്നതാണ്. അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. റേഷൻ പച്ചരിയോ സാദാ പച്ചരിയോ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിരുന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. ഈ പലഹാരത്തിന് പച്ചരി എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും. ഇനി ഇതിലേക്ക് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പായിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പൊട്ടുകടലയ്ക്ക് പകരം കപ്പലണ്ടി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കാതെ നല്ല കട്ടിയായിട്ട് നല്ല നൈസായിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുത്ത് ഇത് അരച്ചെടുക്കുന്നത്. അങ്ങനെ ഞാനിവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറക്റ്റാക്കി കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ അരഞ്ഞു കിട്ടത്തില്ല. ഇപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുത്ത് നോക്കാം ഇത് കറക്റ്റായോന്ന്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പരുവം തെറ്റിപ്പോകത്തില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആകെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് 1/2 കപ്പിന് 3 കപ്പ് വെള്ളമാണ്. നല്ല ലൂസായിട്ട് ഈ മാവ് ഇതുപോലെ തയ്യാറാക്കി എടുക്കണം. ഇതിപ്പോൾ കോരി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് പരുവം മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഈ ഒരു ചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാ ഭാഗവും കറക്റ്റാക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1-2 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. നല്ല നൈസായിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇനി ഒന്നുകൂടി ചുട്ട് കാണിക്കുന്നുണ്ട്. അതിനായി ഇതിലേക്ക് വീണ്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും. 1 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.